കൂടെ അഭിനയിച്ച നടന്മാരുമായിട്ടുള്ള സമവാക്യങ്ങൾ സത്യൻ സാറുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. സത്യൻ സാറുമായിട്ടുണ്ടായിരുന്നു, നസീറുമായിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഈ ഓരോ ഞാൻ എല്ലാ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ കണ്ടെടുത്തോളം തന്നെ കൂടുതൽ ആർട്ടിസ്റ്റ് തമ്മിലുള്ള ഒരു എന്താ പറയുക റാപ്പോ അതുണ്ടല്ലോ. എനിക്ക് നേരെ എൻ്റെ ഭാഗ്യമായിരിക്കാം, ഒരു നന്മയായിരിക്കാം, ഗുരുത്വമായിരിക്കാം, ഈ രണ്ട് പേരും എന്നെ സഹായിച്ചിട്ടുള്ളത് മറ്റാരും സഹായിച്ചിട്ടില്ല ഫിലിമിൽ വന്നതിന് ശേഷം. ഈ സത്യൻ സാറും അതെ, നസീറും അതെ, ഓൾവേസ് സപ്പോർട്ടിങ് മീ. നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് അവിടെ. അതിന് കോമ്പറ്റീഷനെ റൈവൽസ് ആണ് ആക്ച്വലി. അല്ല ആക്ച്വലി അങ്ങനെയാണ് ആണ് ആണ് ഏത് സിനിമയിലും അങ്ങനെയാണ് താനും. അതെ, എത്രത്തോളം സഹകരിച്ചാലും അതിൻ്റെ റൈവൽറിയുടെ തല ഉണ്ടാകും. പക്ഷെ അത് നിങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള സമവാക്യം നോക്കുമ്പോൾ അത് ഉണ്ടായിട്ടില്ല. അതൊരു അത്ഭുതമാണ്. അത്ഭുതമാണ്. മധു സാറ് പൊതുവെ അല്പം ഇൻട്രോവേർട്ടാണ്. നല്ല പറ്റിയ കമ്പനി കിട്ടിയാൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഒന്നും മനസ്സയക്കുകയുള്ളൂ. പക്ഷേ സത്യൻ സാറിൻ്റെ കൂടെയാണെങ്കിൽ എത്ര മണിക്കൂർ വേണം സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് സംസാരിക്കാതെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. ഇല്ല, അങ്ങനെ സംസാരമില്ല. ഞങ്ങൾ മിക്കവാറും ചീട്ടുകളിയായിരിക്കും രാത്രി. ഓ, അതുകൊണ്ടായിരുന്നു. അപ്പം ബീഡി, സിഗരറ്റ് സാറ് വലിക്കില്ലല്ലോ. പക്ഷേ വേണമെങ്കിൽ കത്തിച്ചേരും. ഇല്ല, അങ്ങനെ വലിക്കാറില്ലായിരുന്നു. ഞാൻ റൂമിലിരുന്നിട്ട് ആരുടെയെങ്കിലും റൂമിൽ ഇരുന്നിട്ട് സാറിൻ്റെ റൂമിൽ ആയിരിക്കും കളിക്കുക. ചീട്ടുകളി റമ്മിയായിരുന്നു? റമ്മിയായിരുന്നു. ഗുണ്ടായിരുന്നോ? പോയിന്റ് റമ്മിയായിരുന്നോ? പൈസ പോയോ? വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. അത് പൈസ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്റ്റേക്ക് എന്നുള്ളതേ ഉള്ളൂ. വലിയ ഗാംബ്ലിങ് അല്ല. അല്ല. പക്ഷെ പൈസ വെച്ചാലേ രസമുള്ളൂ. എന്നാലേ രസമുള്ളൂ. അതെ, ഫ്രീ ആകാൻ പാടില്ല. പക്ഷെ മൊത്തം ആകെ ഈ സിനിമയിൽ നിന്ന് ലാഭമാണെന്ന് പറഞ്ഞ പോലെ ചീട്ടുകളിൽ നിന്ന് ലാഭമായിരിക്കാം. ഇല്ല, ചീട്ടുകളിൽ എനിക്ക് ലാഭം കിട്ടിയിട്ടില്ല, നഷ്ടപ്പെട്ടു. ഞാനിവിടെ ട്രിവാൻഡ്രം ക്ലബിലും നാഷണൽ ക്ലബിലും എല്ലാം പോയി കളിച്ചിട്ടുണ്ട്. പോയിട്ടുള്ളതല്ലേ, അതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് പറ്റിയ പടിയല്ല അത്. അതെ. അതൊരു അതിസൂക്ഷ്മമായിട്ടുള്ള ഏകാഗ്രത വേണം അതിൽ, ഈ ചീട്ടുകളിൽ. ഇപ്പം ഈ പറഞ്ഞ റമ്മിയുടെ ലോകത്തൊക്കെ ഉണ്ടോ? ഇല്ല. എവിടെ വെച്ചതൊക്കെ ഓരോന്നോരോന്ന് സാറിന് അറിയാം എവിടെ എപ്പം നിർത്തണം എന്നുള്ളതല്ല. അതെ. ഓരോ ദുശീലങ്ങൾ ഓരോ സമയങ്ങളിൽ നിർത്തി വന്നു.